അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. രാഹുൽ ഈശ്വർ ജയിലിൽ തുടരും. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനിസ, നേരത്തെ ഇനിയിപ്പോൾ അതിജീവിതയ്ക്കെതിരെ ഒന്നും സംസാരിക്കില്ല എന്നൊക്കെ രാഹുൽ നിലപാട് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ജാമ്യം നൽകേണ്ടതില്ല എന്നാണോ കോടതിയുടെ തീരുമാനം? അതെ അമൃത, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അല്പസമയം മുമ്പ് ഈ സുപ്രധാന വിധി പറഞ്ഞിരിക്കുന്നത്. രാഹുലിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ രാഹുലിന് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമായിരിക്കും നൽകുക എന്ന നിരീക്ഷണത്തോടെയാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രോസിക്യൂഷനും ഇതേ വാദം മുന്നോട്ട് വെച്ചിരുന്നു. കൂടാതെ തന്നെ രാഹുൽ വാദിച്ചത് താൻ അന്വേഷണവുമായി സഹകരിക്കും, കൂടാതെ തന്നെ അതിജീവിതയ്ക്ക് എതിരായി പുറത്തുവിട്ട 12 വീഡിയോകളും പിൻവലിക്കുമെന്ന് കോടതിയോട് നിലപാട് അറിയിച്ചിരുന്നു. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം ഇത്തരത്തിൽ രാഹുലിന് ജാമ്യം നൽകുകയാണെങ്കിൽ അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമാണ് നൽകുക. കൂടാതെ തന്നെ ഇത്തരത്തിൽ രാഹുൽ ഈശ്വർ ഈ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതുപോലെ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നിസ്സഹകരണമായിട്ട് അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു സ്ഥിതിഗതിയും മുന്നോട്ട് പോകുകയാണ്. കൂടാതെ തന്നെ ഈ 12 വീഡിയോകളിലും അതിജീവിതയെ അവഹേളിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടായി എന്ന കാര്യവും കോടതിക്ക് വ്യക്തമായിട്ടുണ്ട്. കൂടാതെ തന്നെ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന കാര്യം വളരെ വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. രാഹുൽ ഇത്തരത്തിൽ ജയിലിലായത് മുതൽ തന്നെ നിരാഹാരം തുടരുകയാണ്. നിരാഹാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 10-നാണ് രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. അന്ന് പ്രൊഡക്ഷൻ വാറന്റ് കൂടി പുറപ്പെടുവിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ 10-ന് രാഹുൽ എന്തായാലും കോടതിയിൽ ഹാജരാകണമെന്ന്